ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മൾ നോക്കിക്കൊണ്ടത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിലാണ് നമ്മൾ നോക്കി ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റും ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റും. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. Input statement. It is used to store a data in the memory during the execution of the program. It is used to store data in the memory during the execution of the program. It is used to store the data in the memory during the execution of the program. ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡേറ്റ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ജനറൽ സിൻറ്റാക്സ് എന്ന് പറയുന്നത് stream object വേരിയബിൾ. ഓക്കെ, നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ ഇൻപുട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റാണ് Cin വേരിയബിൾ. ഒരു വാല്യൂ നമ്മൾ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു വാല്യൂ നമ്മൾ റീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് Cin സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. Cin ഈസ് ദ ഒബ്ജക്റ്റ്, സ്ട്രീം ഒബ്ജക്റ്റ് ആണ് Cin, ആൻഡ് ഓപ്പറേറ്റർ ആണ് ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ് രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആൻഡ് വേരിയബിൾ. ഫോർ എക്സാമ്പിൾ, ഇൻറ്റ് എ. ഇപ്പോൾ എക്ക് ഒരു വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോഗ്രാമിൽ എഴുതി കൊടുക്കണം Cin A. Clear ആയോ? Cin is pronounced as Cin എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇതിനെ പ്രൊണൗൺസ് ചെയ്യുന്ന Cin. സ്മോൾ ലെറ്റർ ആണ് കേട്ടോ, Cin. അപ്പം എന്തെങ്കിലും ഇൻപുട്ട് എനിക്ക് പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻപുട്ട് എനിക്ക് കമ്പ്യൂട്ടർ മെമ്മറിയിലേക്ക് ഇൻപുട്ട് ഡേറ്റ ഫീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ജനറൽ സിൻറ്റാക്സ് ആണ് സ്ട്രീം. ഈ ഓപ്പറേറ്ററിന് പറയുന്നതാണ് ഗെറ്റ് ഫ്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഗെറ്റ് ഫ്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ വേരിയബിൾ. അതിൻ്റെ ജനറൽ സിൻറ്റാക്സ് ആണ് Cin is the object, get from operator variable. Example, Cin A. It is pronounced as Cin. ഇതാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ഇനി പറയുന്നത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. Cin സ്റ്റേറ്റ്മെൻറ്റ് സാധാരണ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് കീബോർഡ് യൂസ് ചെയ്യുക. കീബോർഡ് ഡിവൈസ് ഇൻപുട്ട് ഡിവൈസാണ്. സാധാരണ നമ്മൾ കീബോർഡിനെയാണ് Cin ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് റെഫർ ചെയ്യുന്നത്. കീബോർഡ് വഴി നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റാണ് Cin.
ഓക്കെ, അടുത്ത പറയുന്നത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്പ്ലേ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗീവ്സ് ഔട്ട്പുട്ട് ടു ദി യൂസർ, അല്ലെങ്കിൽ ഇറ്റ് ഡിസ്പ്ലേസ് ദ റിസൾട്ട് ടു ദി യൂസർ ബൈ മീൻസ് ഓഫ് എനി ഔട്ട്പുട്ട് ഡിവൈസ്. ഇനി ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്. It makes the result എന്ന് പറയാം, ഔട്ട്പുട്ട് എന്ന് പറയാം, റിസൾട്ട് available to the users by means of any output device. Output device. ഇതിന്റെ ജനറൽ സിന്റാക്സ്, ഔട്ട്പുട്ട് സ്ട്രീമിന്റെ ജനറൽ സിന്റാക്സ് എന്ന് പറയുന്നത് സ്ട്രീം ഒബ്ജക്റ്റ് ഇൻസർഷൻ ഓപ്പറേറ്റർ. രണ്ട് ഇൻസർഷൻ ഓപ്പറേറ്റർ, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, ഇൻസർഷൻ ഓപ്പറേറ്റർ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സ്ട്രീം ഒബ്ജക്റ്റ്, ഇൻസർഷൻ ഓപ്പറേറ്റർ, വേരിയബിൾ. നമ്മൾ ഔട്ട്പുട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രീം ഒബ്ജക്റ്റ് ആണ് സി ഔട്ട് വേരിയബിൾ. എക്സാമ്പിൾ, സി ഔട്ട് വേരിയബിൾ നെയിം കൊടുത്താൽ മതി, സി ഔട്ട് എ. ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് സി ഔട്ട് എന്നാണ് പ്രൊനൗൺസ്. സാധാരണ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസ് മോണിറ്ററാണ്. സാധാരണ നമ്മൾ റെഫർ ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസ് മോണിറ്ററാണ്. ഇതാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും സ്റ്റേറ്റ്മെൻറ്റ്. പേരിൽ തന്നെയുണ്ട്. ഇൻപുട്ട് നമുക്ക് എന്തെങ്കിലും വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെമ്മറിക്കകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി അടുത്ത പറയുന്നത് കാസ്കേഡിംഗ് IO ഓപ്പറേറ്റേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. കാസ്കേഡിംഗ് IBARO ഓപ്പറേറ്റർ. കാസ്കേഡിംഗ് IBARO ഓപ്പറേറ്റർ. IBARO മീൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. അതെന്താണെന്ന് ആദ്യം ഞാൻ പറയാം. ദ മൾട്ടിപ്പിൾ യൂസ് ഓഫ് input or output operators in a single statement. is called cascading IO operators. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ മൾട്ടിപ്പിൾ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും.
ഇൻപുട്ട് ഓപ്പറേറ്റേഴ്സിന് പറയുന്നതാണ് ഗെറ്റ് ഫ്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ. ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് പറയുന്നതാണ് പുട്ട് ടു അല്ലെങ്കിൽ ഇൻസർഷൻ. ഓക്കെ, അപ്പം ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ഇൻപുട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതിനെയാണ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻറ്റ് എക്സ് കോമ വൈ കോമ ഇസഡ്, 3 വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു, എക്സ് വൈ ഇസഡ് ഓഫ് ഇൻറ്റീജർ ടൈപ്പ്, ഓഫ് ടൈപ്പ് ഇൻറ്റീജർ. എന്താ സംഭവിക്കുന്നതെന്ന് ഇവിടെ നമുക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി ഇൻ എക്സ്, സി ഇൻ വൈ, സി ഇൻ ഇസഡ്, ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും. ഇത് വാലിഡാണ്. ഓരോ എക്സിനും വൈക്കും ഇസഡിനും നമ്മൾ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രോഗ്രാമും എഴുതുമ്പോൾ മിനിമം ഇൻസ്ട്രക്ഷൻസിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ ശ്രദ്ധിക്കണം. മിനിമം ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ മിനിമം സ്റ്റേറ്റ്മെൻറ്റ്സേ ആ പ്രോഗ്രാമിനകത്ത് നമുക്ക് വരാൻ പാടുള്ളൂ. അത് നിയമമൊന്നുമല്ല, പക്ഷേ എങ്കിൽ അതാണ് ഒരു മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ ലെന്തി ആയിട്ടുള്ള പ്രോഗ്രാംസ് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും എറേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പ്രയാസമായിട്ടുള്ള കാര്യമായതുകൊണ്ട് എപ്പോഴും മിനിമം സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വേണം എപ്പോഴും നമ്മൾ പ്രോഗ്രാംസ് എഴുതാൻ. ഇൻ ദിസ് കേസ് നമ്മൾ എക്സ് വൈ ഇസഡ് നമ്മൾ എന്ന് പറയുന്ന 3 ഡേറ്റ ഇൻപുട്ട് ചെയ്യാനായിട്ട് 3 സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. 3 സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 10-100 സ്റ്റേറ്റ്മെൻറ്റ്സ് 100 ഡേറ്റ ഉണ്ടെങ്കിൽ ഞാൻ ഇൻഡിവിജ്വലായിട്ട് 100 സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതേണ്ടതായിട്ടുള്ള സാഹചര്യം വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ കാസ്കേഡിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഒന്നുമില്ല, മൾട്ടിപ്പിൾ ഡേറ്റയെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എഴുതുന്നത് സി ഇൻ എക്സ് വൈ C in X, Y, Z. Okay. C in X, Y, Z. ഇതാണ് കാസ്കേഡിംഗ്. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ മൾട്ടിപ്പിൾ ഇൻപുട്ട് ഓപ്പറേറ്റർ വന്നു. അതുപോലെ സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ നമുക്ക് കാസ്കേഡിംഗ് ആയിട്ട് എഴുതാൻ പറ്റും. സി ഔട്ട് എക്സ് വൈ ഇസഡ്. അതായത് 3 സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഞാൻ ഇൻപുട്ട് ചെയ്തത് ഞാൻ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. മൾട്ടിപ്പിൾ യൂസ് ഓഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ് കാസ്കേഡിംഗ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് കാസ്കേഡിംഗ് IO. ചോദിച്ചിട്ടുണ്ട് ഇത് പലപ്പോഴും. അടുത്ത പറയുന്നത് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. ഇതാണ് ബേസ്. ഞാൻ ഇപ്പം എഴുതാൻ പോകുന്നതാണ് ബേസിക് സ്ട്രക്ചർ. ഒരു C++ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് കണ്ടിരിക്കും, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വന്നിരിക്കും. അതിൽ ആദ്യം പറയുന്നത് ഡിറക്റ്റീവ്സ്, ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ. ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ജനറൽ ഫോം ഓഫ് എ സ്ട്രക്ചർ, പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ. പ്രോഗ്രാംസ് ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ. അടുത്ത യൂസിങ് namespace std. std വേണ്ട, ഐഡന്റിഫയർ. ജനറൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഐഡന്റിഫയേഴ്സ്. അടുത്ത ഇൻഡ് മെയിൻ. എല്ലാ പ്രോഗ്രാമിനകത്തും മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഇൻഡ് മെയിൻ
ഇത് മെയിൻ എന്ന് പറയുന്നത് ഫംഗ്ഷനാണെന്ന് നമുക്ക് അറിയാനായിട്ട് ഫംഗ്ഷൻ എന്താ നിങ്ങൾ പഠിക്കും. ആ പേര് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബ്രേസസ്, ഇങ്ങനെ ഒരു ബ്രാക്കറ്റ്, ഇങ്ങനെ ഒരു പാരന്തസിസ് കാണും. ഈ ഒരു പേര് കഴിഞ്ഞിട്ട് ഇങ്ങനെ പാരന്തസിസ് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലായിക്കോണം അതൊരു ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായിക്കോണം. ഫംഗ്ഷൻ എന്താണെന്നുള്ള ഇപ്പോൾ നിങ്ങൾ പോകണ്ട, തൽക്കാലം സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കുക. ഫംഗ്ഷൻ എന്താണുള്ള പിന്നെ നിങ്ങൾ പഠിക്കും. അടുത്ത സ്റ്റേറ്റ്മെന്റ്സ്, പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സ്. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ സെമിക്കോളൻ വെച്ച് ഡീലിമിറ്റ് ചെയ്തിരിക്കണം. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞ കാര്യമാണ്. ലാസ്റ്റ് റിട്ടേൺ 0. കുറേ സ്റ്റേറ്റ്മെന്റ്സ് വരാം, പ്രോഗ്രാംസിനനുസരിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ്സിൻ്റെ എണ്ണം വ്യത്യാസം വരാം. റിട്ടേൺ 0, ക്ലോസ് ദ ബ്രേസസ്. ഈ ബ്രേസസിന് നമ്മൾ ക്ലോസ് ചെയ്യണം. ഒരു ബ്രേസസ് ഓപ്പൺ ചെയ്താൽ നമ്മൾ ആ ബ്രേസസിന് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. ആദ്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡയറക്റ്റീവ്സ് ആയിരിക്കും, രണ്ടാമത് നെയിം സ്പേസ്, പിന്നെ ഫംഗ്ഷൻ. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും. ഈ മെയിൻ എന്ന ഫംഗ്ഷൻ എല്ലാ പ്രോഗ്രാംസിനകത്തും കാണും. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. ഇനി ഓരോന്നായിട്ട് നമ്മൾ നോക്കാൻ പോകാം. റിട്ടേൺ 0 ആണ് പറയാൻ കാര്യം നമ്മൾ മെയിൻ ഇൻറ്റീജറായിട്ട് ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. ഫംഗ്ഷൻ പറയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇപ്പോൾ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അപ്പം ഇൻ്റെ മെയിൻ സ്റ്റേറ്റ്മെൻറ്റ്സ് റിട്ടേൺ 0. ഇതാണ് ജനറൽ സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം. ആദ്യം നമ്മൾ പറയുന്നത് പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവ്സ്. ഓരോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമ്മൾ നോക്കാൻ പോവാം. പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവ്സ്. Preprocessor directives. They are statements that gives instructions to the compiler. ഈ ഡിറക്റ്റീവ്സ് എന്ന് പറയുന്നത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. ദാറ്റ് ഗീവ് ആർക്ക് കൊടുക്കുന്നത്? കമ്പൈലറിന് കൊടുക്കും. ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. ആ പ്രോഗ്രാം എക്സിക്യൂഷൻ അല്ല, കമ്പൈലേഷൻ ഓഫ് ദി പ്രോഗ്രാം. ബിഫോർ ദി കമ്പൈലേഷൻ ഓഫ് ദി പ്രോഗ്രാം. കമ്പൈലേഷൻ ഇന്റർപ്രിട്ടേഷൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എഴുതുന്ന പ്രോഗ്രാം ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലാണ്. അതിനെ മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് കമ്പൈലേഷൻ നടക്കുന്നത്. കമ്പൈലേഷൻ ഇൻ ദ കേസ് ഓഫ് C++ കമ്പൈലേഷനാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അത് കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആർക്ക് പാസ് ചെയ്യും? കമ്പൈലർക്ക് പാസ് ചെയ്യും. ആ ഇൻസ്ട്രക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഡിറക്റ്റീവ്സിനകത്താണ്. ഓക്കെ, that are statements. പിന്നെ പ്രീ പ്രോസസ് ഡിറക്റ്റീവ്സിനകത്ത് കിടക്കുന്ന കുറച്ച് DI ആണ്. ഡിറക്റ്റീവ്സിനകത്ത് കിടക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഗീവ് instructions to the compiler, to give instructions to the compiler. To compiler before the compilation of the program. Before the compilation of the program. Directive statements start with a hash symbol. അതിൻ്റെ ആദ്യം എന്ന് പറയുന്നത് ഹാഷ് സിമ്പൽ ആണ്. It starts with the hash symbol.
ഹാഷ് സിമ്പിൾ. നമ്മൾ ഡിറക്റ്റീവ്സ് പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എല്ലാം C++നകത്തുള്ള മിക്കവാറുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ സെമിക്കോളം വെച്ച് ഡീലിമിറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ സാധാരണ ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യുന്ന പോലെ അവിടെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഡീലിമിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് സെമിക്കോളൻ. പക്ഷെ ഡിറക്റ്റീവ്സിനകത്ത് നമ്മൾ ആ സെമിക്കോളൻ യൂസ് ചെയ്യത്തില്ല. ദർ ഇസ് നോ നീഡ് ഓഫ് സെമിക്കോളൻ, നോ നീഡ്സ് ഓഫ് സെമിക്കോളൻ. ഇപ്പം നിങ്ങൾക്ക് 2-3 എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഹാഷ് ഇൻക്ലൂഡ് ഡിറക്റ്റീവ്. എക്സാമ്പിൾ ഹാഷ് ഇൻക്ലൂഡ് ഡിറക്റ്റീവ്. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ മനസ്സിലാവും, ഹാഷ് ഇൻക്ലൂഡ്. സെക്കൻഡ് വൺ ഹാഷ് അൺഡെഫ്. എക്സാമ്പിൾ പഠിച്ചിരുന്നാൽ മതി. അൺഡെഫ് ഹാഷ് ഡിഫൈൻ. കുറേ ഡിറക്റ്റീവ്സ് ഉണ്ട്. പ്രധാനപ്പെട്ട 2-3 ഡിറക്റ്റീവ്സ് നമുക്ക് പറയുന്നുള്ളൂ. അതാണ് ഈ പറഞ്ഞത്. അതാണ് പ്രീ പ്രോസസർ ഡിറക്റ്റീവ്സ്. ഇത്രയേ ഉള്ളൂ. ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഇൻഫർമേഷൻസ് ആർക്ക് പാസ് ചെയ്യും? കമ്പൈലറിന് പാസ് ചെയ്യും. ആ ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ പ്രീ പ്രോസസർ ഡിറക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ഹാഷ് സിമ്പിൾ and it does not delimit, it does not have semicolon at the end. ലാസ്റ്റിൽ ആ ഡിറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അവസാനം സെമിക്കോളൻ ഉണ്ടായിരിക്കത്തില്ല. ബാക്കി മിക്കവാറുള്ള എല്ലാ C++ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ സെമിക്കോളൻ വെച്ച് ഡീലിമിറ്റ് ചെയ്യും. പക്ഷെ ഡിറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും സെമിക്കോളൻ യൂസ് ചെയ്യത്തില്ല. അടുത്ത പറയുന്നത് ഹെഡർ ഫയൽ. ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫോർമേഷൻ. അത് പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫോർമേഷൻ about functions objects and predefined data types. It contains information about functions, objects, and predefines the data types that are available within the compiler. The compiler. ഹെഡർ ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ഇൻഫർമേഷനാണ്. ഫോർ എക്സാമ്പിൾ ഫങ്ഷൻസ് പ്രീ ഡിഫൈൻഡ് ആയിട്ട്, അതായത് ആ മാനുഫാക്ചേഴ്സ് തന്നെ പ്രോഗ്രാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫങ്ഷൻസ് പ്രീ ഡിഫൈൻഡ് ആയിട്ട് എഴുതി വെച്ചേക്കും. നമുക്കതെടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? അല്ലെങ്കിൽ കുറച്ച് ഒബ്ജക്ട്സ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കും. അതുപോലെ തന്നെ ഡിറൈവ് ഡാറ്റ ടൈപ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കും. അതെടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി.
നമുക്ക് ആ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കോഡ് എഴുതേണ്ട കാര്യം വരുന്നില്ല. നമ്മൾക്ക് ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ കോൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് എല്ലാം ഏതെങ്കിലും ഒരു ഫയലിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. അങ്ങനെയുള്ള ഫയലിനെയാണ് എന്ത് പറയുന്നത് ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ സി ഇൻ സി ഔട്ട് നോക്കിയില്ലേ, സി ഇൻ സി ഔട്ട് നോക്കി. സി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് ആൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ സി ഔട്ട് ഇറ്റ്സ് ആൻ ഔട്ട്പുട്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻ, ഇറ്റ്സ് എ ഫംഗ്ഷൻ, ഇറ്റ്സ് എൻ ഒബ്ജക്റ്റ് ആണ്. ആക്ച്വലി ഈ ഫങ്ഷൻസ് പ്രീ ഡിഫൈൻഡ് ആണ്, അത് ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ അതെടുത്ത് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഈ ഫയൽസ് നമ്മൾ കിടക്കുന്നതെന്ന് പറയുന്നത് IO സ്ട്രീം, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ഹെഡർ ഫയലാണ്. ഒരു ഹെഡർ ഫയലിൻ്റെ പേരാണ് IO സ്ട്രീം. നമ്മൾ മിക്കവാറുള്ള എല്ലാ പ്രോഗ്രാമിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് IO സ്ട്രീം. ഈ ഹെഡർ ഫയലിലാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ ഈ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ എറർ, നമ്മൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് എറർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പം നമ്മൾ ഓൾവേസ് വി ഹാവ് ടു ആഡ് ദ ഹെഡർ ഫയൽസ് റിലേറ്റഡ് ടു ദി ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദി പ്രോഗ്രാം. ആ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഹെഡർ ഫയൽസ് നമ്മൾ അല്ലെങ്കിൽ ഉള്ള ഹെഡർ ഫയൽസ് നമ്മൾ ആ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ അവിടെ എറർ കാണിക്കും. കാരണം സീൻ നമ്മൾ ഈ IO സ്ട്രീം എന്ന് പറയുന്ന ഫയൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ സി ഇൻ സി ഔട്ട് ഞാൻ എഴുതി വെച്ചു, എറർ എന്നോട് കമ്പൈലർ ചോദിക്കും, പറയും ഇന്ന സി ഇൻ സി ഔട്ട് ഈസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദ സ്കോപ്പ്. അതായത് സി ഇൻ സി ഔട്ട് എന്താണെന്ന് കമ്പൈലറിന് അറിയത്തില്ല. അത് എവിടെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്? പ്രീ ഡിഫൈൻഡ് ആണ്. അവിടെ നമ്മൾ പ്രോഗ്രാമർ അല്ല എഴുതുന്നത്. ആ കമ്പൈലർ ആരാണോ ക്രിയേറ്റ് ചെയ്തത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സി ഇനും സി ഔട്ട് എന്താണ്. സി ഇൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സി ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ കമ്പൈലർ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ എഴുതി വെച്ചേക്കുന്ന ഒരു ഫയലിനകത്താണ്. ആ ഫയലിനെയാണ് നമ്മൾ ഹെഡർ ഫയൽ എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് സി ഇൻ സി ഔട്ട് ഒബ്ജക്റ്റ് they are defined within the IO stream header file. IO stream header file. നമ്മൾ C++ പ്രോഗ്രാം എഴുതുമ്പോൾ കുറേ ഒബ്ജക്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ആ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒബ്ജക്ട്സ് എവിടെയാണ് പ്രീ ഡിഫൈൻഡ് ആയിട്ട് എഴുതി വെച്ചേക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ പറഞ്ഞു കൊടുക്കുന്ന ഫയൽസിനെയാണ് നമ്മൾ ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സി ഇൻ സി ഔട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീമാണ്. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം, അതായത് ഡേറ്റ ഇൻപുട്ട് ചെയ്യാനും ഡേറ്റ ഔട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റാണ് സി ഇൻ സി ഔട്ട്. അത് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ് അത് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനിത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഞാൻ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ ഈ സി ഇനും സി ഔട്ട് വർക്ക് ചെയ്യത്തില്ല. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. സ്ക്വയർ റൂട്ട്, SQRT. സ്ക്വയർ റൂട്ട് ഈസ് എ ഫംഗ്ഷൻ ആണ് to find the square root of a number. For example, int x is equal to 25. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 5 എന്നുള്ള വാല്യൂ കിട്ടും. ഇറ്റ്സ് എ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അത് കമ്പൈലിനകത്ത് ഫംഗ്ഷൻ പഠിക്കും. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അത് ഓൾറെഡി കമ്പൈലിനകത്ത് അവർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇരിക്കുന്നത് മാത്ത് എന്ന് പറയുന്ന ഹെഡർ ഫയൽസിനകത്താണ്. മാത്ത് എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ് SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ മാത്ത് എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാതെ ഞാൻ SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ എറർ എറേസ് ചെയ്യും. കമ്പൈലർ പറയും ഇങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല, SQRT എന്ന് പറയുന്ന സംഭവം എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് ഫോർമുലാസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഫങ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോ കൂടി ഇൻക്ലൂഡ് ചെയ്യണം, മാത്ത് ഹെഡർ ഫയൽസും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രീ പ്രോസസർ ഡിറക്റ്റീവ്സ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അതിനകത്തൊന്നാണ് #include. ഒരു പ്രീ പ്രോസസർ ഡിറക്റ്റീവ്സ് ആണ് #include.
iOS3. അതുപോലെ ഹാഷ് ഇൻക്ലൂഡ് മാൻ നമുക്ക് പറഞ്ഞു കൊടുക്കണം, എങ്കിൽ മാത്രമേ ആ കറസ്പോണ്ടിങ് ഫങ്ഷൻസ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് ഹെഡർ ഫയൽസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഹെഡർ ഫയൽസ് ക്ലിയർ ആകാൻ കഴിയും. നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് എ പ്രോഗ്രാം, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് എ C++ പ്രോഗ്രാം വിൽ ബി ഹാഷ് ഡിറക്റ്റീവ്സ്. ഈ ഹാഷ് ഡിറക്റ്റീവ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഡീഷണൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഹാഷ് ഡിറക്റ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിറക്റ്റീവാണ് ഹാഷ് ഇൻക്ലൂഡ്. നിങ്ങൾക്ക് അത് മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. ധാരാളം ഡിറക്റ്റീവ്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് ഹാഷ് ഇൻക്ലൂഡ് ആണ് പ്രധാനമായിട്ട് ഉള്ളത്. അടുത്ത പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് നെയിം സ്പേസ്. ആ സ്ട്രക്ചറിൻ്റെ ഓരോന്നിട്ട് നോക്കിയാൽ മതി. കോൺസെപ്റ്റ് ഓഫ് നെയിം സ്പേസ്. Concept of namespace. ഫോർ എക്സാമ്പിൾ കോൺസെപ്റ്റ് ഓഫ് നെയിം സ്പേസ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സ് എന്നൊരു ഫാമിലിയുണ്ട്. ഈ എക്സ് എന്ന് പറഞ്ഞ ഫാമിലിക്കകത്ത് ഡിഫറെൻറ്റ് മെമ്പേഴ്സ് വരാം, അല്ലേ? ഡിഫറെൻറ്റ് ഫാദർ വരാം, മദർ വരാം, സൺസ് വരാം, ഡോട്ടേഴ്സ് വരാം, അല്ലേ? അപ്പം എക്സ് എന്ന് പറയുന്ന ഫാമിലിയിൽ സെയിം നെയിമുള്ള 2 മെമ്പേഴ്സ് വരാൻ പാടില്ല. എന്താ സംഭവിക്കുന്നത്? ഇപ്പം 2 ആൺകുട്ടികളുണ്ടെങ്കിൽ 2 പേർക്കും അരുൺ എന്ന് ഞാൻ പേരിട്ടു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. 2 പേർക്ക് ഞാൻ അരുൺ എന്ന് പേരിട്ടു. ഞാൻ അരുൺ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ, ആ 2 മക്കൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഏത് അരുണിനെയാണ് വിളിച്ചേക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഇവൻ ദ കേസ് ഓഫ് ഫാമിലീസ് നമ്മൾ എപ്പോഴും പേര് കൊടുക്കുമ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സിന് നമുക്ക് ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് പറയാം. നമ്മൾ യുണീക്ക് ആയിട്ടുള്ള നെയിംസേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അതായത് ഒരു ഫാമിലി മെമ്പറിനകത്ത് സെയിം നെയിം വരുന്ന 2 ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരിക്കത്തില്ല, യുണീക്ക് ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലാവുന്നു? ടു അവോയ്ഡ് ദ കോൺഫ്ലിക്ട്സ്, തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ്, ആ പേരുകൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് നെയിംസ് ആണ് നമ്മൾ ഒരു ഫാമിലിക്കകത്ത്, റിയൽ ലൈഫിനുള്ള എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ കൊടുക്കത്തുള്ളൂ. അതുപോലെ വൈ എന്നൊരു ഫാമിലി ഉണ്ടെന്ന് വെച്ചാൽ, വൈ എന്നുള്ളൊരു ഫാമിലി ഉണ്ട്. അവിടെ ഇതേ സെയിം കോൺസെപ്റ്റാണ്. സെയിം നെയിമുള്ള ഫാമിലി മെമ്പേഴ്സിന് നമ്മൾ പ്രൊവൈഡ്, ഒന്നിൽ കൂടുതലുള്ള ഫാമിലി മെമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യത്തില്ല. കൺസിഡർ എ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻ ഇങ്ങനെ അറൈസ് ചെയ്യുന്ന എക്സ് എന്ന് പറയുന്ന അടുത്ത് അരുൺ എന്ന് പറയുന്ന ഒരു ഫാമിലി മെമ്പർ ഉണ്ട്. എക്സ് ഈസ് എ ഫാമിലി ആൻഡ് വൈ ഈസ് ഓൾസോ ആൻ അനദർ ഫാമിലി. അവിടെ അരുൺ എന്നുള്ള ഒരു ഫാമിലി മെമ്പർ ഉണ്ടെന്ന് കരുതിക്കൊള്ളുക. അപ്പം ഞാൻ ഇവരുടെ വീട്ടിൻ്റെ വെളിയിൽ വന്നിട്ട് ഞാനെന്ന വ്യക്തി വിളിക്കുകയാണ്. അരുൺ, 2 പേരും അടുത്തടുത്താണ് താമസിക്കുന്നത്. ഞാൻ വന്ന് അരുൺ എന്ന് വിളിച്ചു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ 2 പേരും ഇറങ്ങി വരും, ഇല്ലേ? അപ്പം 2 പേരും വെളിയിലോട്ട് ഇറങ്ങി വരും. അവിടെ ആക്ച്വലി ഒരു കോൺഫ്ലിക്റ്റ് ആണ് നടക്കുന്നത്. അവർക്കറിയത്തില്ല ഞാൻ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം നമ്മൾ എന്തോ ചെയ്യണം? വി ഹാവ് ടു സ്പെസിഫൈ ദ ഫാമിലി നെയിം ഓൾസോ, അല്ലേ? എക്സ് ഡോട്ട് അരുൺ അല്ലെങ്കിൽ വൈ ഡോട്ട് അരുൺ എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് അയാളെ കോൾ ചെയ്യണം. പറയുന്നത് മനസ്സിലാവുണ്ടോ? അപ്പം ആ എക്സ് എന്ന് പറയുന്നതാണ് നെയിം സ്പേസ്. ആ ഡേറ്റ കിടക്കുന്ന ഗ്രൂപ്പ് ഏതാണ്? നെയിം സ്പേസ് മീൻസ് ഗ്രൂപ്പ്സ്. നെയിം സ്പേസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്. ഇൻ ദിസ് കേസ് നെയിം സ്പേസ് എന്ന് പറയുക എക്സ് എന്നാണ് നെയിം സ്പേസ്. വൈ എന്ന് പറയുന്നതാണ് നെയിം സ്പേസ്.
രണ്ട് ഗ്രൂപ്പിനകത്ത് സെയിം നെയിമുള്ള ആൾ ഇരിപ്പുണ്ട്, അരുൺ. അപ്പം ഞാൻ കോൾ ചെയ്യുകയാണ്, അരുണൊന്ന് കോൾ ചെയ്ത് ചുമ്മാ വിളിച്ചു കഴിഞ്ഞാൽ രണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങി വരും. അവിടെ ഒരു കോൺഫ്ലിക്റ്റാണ് നടക്കുന്നത്, പേര് തമ്മിൽ. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഓവർകം ചെയ്യാനായിട്ടാണ് പ്രധാനമായിട്ട് നെയിം സ്പേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഞാൻ വിളിക്കുകയാണ്, S.Arun എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അത് ക്ലിയറായി. ആ ഐഡൻറ്റിഫയർ വരും, അല്ലെ അയാൾ ഇറങ്ങി വരും. അല്ലെ Y.Arun എന്ന് ഞാൻ വിളിക്കുകയാണെങ്കിൽ അയാൾ ഇറങ്ങി വരും. അപ്പം നെയിം സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പാണ്. that consist of identifiers, അല്ലെ consist of values, variables, functions എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ നെയിം സ്പേസ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഗ്രൂപ്പ് ദാറ്റ് കണ്ടെയ്ൻസ് ഐറ്റംസ് വിത്ത് യുണീക്ക് നെയിം. ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആ ഗ്രൂപ്പിനകത്ത് എന്തേ കാണത്തുള്ളൂ? കുറേ ഐറ്റംസ് വിത്ത് ഗ്രൂപ്പ് നെയിം. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ. എക്സ് എന്ന് പറയുന്നൊരു ഫാമിലി ഉണ്ട്, വൈ എന്ന് പറയുന്ന ഫാമിലി ഉണ്ട്. രണ്ട് ഫാമിലിക്കകത്ത് അരുൺ എന്ന് പറയുന്ന ഒരു കോമൺ നെയിം ഉണ്ട്. ആൾ ഡിഫറെൻ്റ് ആണ്, കോമൺ നെയിമുണ്ട്. നമ്മൾ അതിനെ കോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വെളിയിൽ നിന്ന് ചുമ്മാ അരുണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ആരെയാണ് വിളിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് വി ഹാവ് ടു സ്പെസിഫൈ ദ ഫാമിലി നെയിം. ഇപ്പോൾ X.Arun ഞാൻ വിളിക്കുകയാണെങ്കിൽ അയാൾ ഇറങ്ങി വരും. Y.Arun എന്ന് വിളിക്കുകയാണെങ്കിൽ അയാൾ ഇറങ്ങി വരും. ഈ ഫാമിലി നെയിമാണ് നെയിം സ്പേസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നെയിം സ്പേസിന് ഞാൻ ഡെഫിനിഷൻ എഴുതാൻ പോവാണ്. Namespace are used to organize code into logical groups. And prevent name collisions. That can occur especially when your code includes multiple libraries. ഈ ഹെഡർ ഫയൽസ് സ്റ്റോർ ചെയ്തേക്കുന്ന ലൈബ്രറീസ് അകത്താണ്. ഹെഡർ ഫയൽ സ്റ്റോർ ചെയ്തേക്കുന്ന ബിൽറ്റ് ഇൻ ലൈബ്രറീസ് അകത്താണ്. ഇപ്പോൾ IOSTream എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡർ ഫയൽ, അതൊരു ലൈബ്രറിക്കകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുപോലെ മാത്ത് എന്ന് പറയുന്നത് മാത്ത് ഫങ്ഷൻസ് ഉള്ള ഒരു ലൈബ്രറിയാണ്, ഒരു ഹെഡർ ഫയൽ ലൈബ്രറിയാണ്. അപ്പം മൾട്ടിപ്പിൾ ലൈബ്രറീസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അതിനാണ് നമ്മൾ നെയിം സ്പേസ് യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അടുത്ത പറയുന്ന പോയിന്റ്, യൂസർ ക്യാൻ ക്രിയേറ്റ് ദെയർ ഓൺ നെയിം സ്പേസ്. അടുത്ത പോയിന്റാണ്, യൂസർ ക്യാൻ ക്രിയേറ്റ് പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള നെയിം സ്പേസ് ധാരാളം ഉണ്ട്. അല്ലെങ്കിൽ യൂസറിന് വേണമെങ്കിൽ യൂസറിൻ്റെ ആയിട്ടുള്ള നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് their own name space.
നെയിം സ്പേസ്. നേരത്തെ നമ്മൾ പറഞ്ഞൊരു ഒബ്ജക്റ്റാണ് സി ഇനും സി ഔട്ടും. സി ഇനും സി ഔട്ടും. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന IOStream ഫംഗ്ഷൻ IOStream ഹെഡർ ഫയൽസിനകത്താണ്. IOStream ഹെഡർ ഫയൽസിനാണ് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം സി ഇൻ സി ഔട്ട് ദാറ്റ് ആർ ഒബ്ജക്ട്സ് അവൈലബിൾ ഇൻ ദ IOStream ഹെഡർ ഫയൽ. ആ ഹെഡർ ഫയലിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഹെഡർ ഫയലിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ടാവും. STD എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ഈ STD എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ആരെ എഴുതി വെച്ചേക്കുന്നത്? ഈ സി ഇനെയും സി ഔട്ടിനെയും എഴുതി വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ആദ്യം #include IOStream എന്നിട്ട് ഞാൻ എഴുതി കൊടുക്കണം യൂസിങ് നെയിം സ്പേസ് STD. യൂസിങ് നെയിം സ്പേസ് STD എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ഈ സി ഇനും സി ഔട്ടും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഞാൻ പ്രോഗ്രാം എഴുതുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഓക്കെ. ഇതാണ് നെയിം സ്പേസ്. അത് നെയിം സ്പേസിൻ്റെ വർക്കിംഗ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്ട് ചെറിയൊരു പ്രോഗ്രാം ബുക്കിലൊന്നും പറയുന്നില്ല, എങ്കിലും ഞാൻ അതൊന്ന് എഴുതുകയാണ്. ആദ്യം എല്ലാം ഹെഡർ ഫയൽസ് നമ്മൾ എഴുതുന്നത് ഹെഡർ ഡയറക്റ്റീവ്സ് ആണ്. #include IOStream #include IOStream. എന്നിട്ട് നെയിം സ്പേസ് നമുക്ക് വേണ്ട, നമുക്ക് ആവശ്യമുള്ള നെയിം സ്പേസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. എനിക്ക് ഇവിടെ ഇപ്പം തൽക്കാലത്തേക്ക് ഒറ്റ നെയിം സ്പേസ് മതി STD. കാരണം നമ്മളിവിടെ ഒറ്റ ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നുള്ളൂ. സി ഔട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒറ്റ നെയിം സ്പേസ് മതി STD. നെയിം സ്പേസ് മീൻസ് ഗ്രൂപ്പ്സ് വെയർ ദ ഐഡൻറ്റിഫയേഴ്സ് ആർ ഡിഫൈൻഡ്. അപ്പം #include IOStream, അത് കഴിഞ്ഞ് യൂസിങ് നെയിം സ്പേസ്, ഒറ്റ വാക്കാണ് നെയിം സ്പേസ് STD. ഇതിന് സെമിക്കോളൻ വേണം. ഹെഡർ ഫയൽസിന് ഒഴിച്ച് ബാക്കിയുള്ള മിക്കവാറും എല്ലാ സ്റ്റേറ്റ്മെന്റ്സിനും ഹെഡർ ഫയൽസ് വേണം. അടുത്ത ഇൻഡ് മെയിൻ, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ, ഡീഫോൾട്ട് ഫംഗ്ഷനാണ്. ഏത് പ്രോഗ്രാം എടുത്താലും ആ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഇൻഡ് VAL is equal to 500. അടുത്ത ഇൻഡ് VAL is equal to 100. Cout VAL. Return 0. ബാക്കി എല്ലാത്തിനും സെമിക്കോളിട്ട് ഡീലിമിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം സെമിക്കോളിട്ട് ഞാൻ ഡീലിമിറ്റ് ചെയ്തു. ഇവിടെ ആദ്യം തന്നെ എറർ കാണിക്കും, പക്ഷേ ഇതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് മനസ്സിലാക്കാനായിട്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒരേ പേരുള്ള രണ്ട് വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഉടനെ തന്നെ ഓൾറെഡി തന്നെ അത് എറർ കാണിക്കും. പക്ഷേ ആ എറർ തൽക്കാലത്തേക്ക് അങ്ങ് സ്കിപ്പ് ചെയ്യാം. തൽക്കാലത്തേക്ക് നമുക്കത് മാറ്റി വെക്കാം. ഈ നെയിം സ്പേസിൻ്റെ കോൺസെപ്റ്റ് പറയാൻ വേണ്ടി മാത്രം ഞാനിത് ഈ പ്രോഗ്രാം എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ Cout VAL എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ആ Cout സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഔട്ട്പുട്ട് ദ റിസൾട്ട്. ഇപ്പോൾ VAL എന്താ ആദ്യം സ്റ്റോർ ചെയ്തിരിക്കുന്നത്? 500. അടുത്ത VAL 100 സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ കമ്പൈലറിനോട് പറഞ്ഞു കൊടുക്കുകയാണ് VAL എന്ത് വാല്യൂ ആണ് കിടക്കുന്നത് അത് ഔട്ട് ചെയ്യാൻ പറയാം, അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറയാം. അപ്പോൾ ആക്ച്വലി കമ്പൈലറിനൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അവിടെ. കാരണം രണ്ട് ഐഡൻറ്റിഫയറും ഒരേ പേരിലാണ് അറിയുന്നത്, പക്ഷെ രണ്ട് വാല്യൂ ആണ് അല്ലേ. അപ്പോൾ കമ്പൈലറിനൊരു കൺഫ്യൂഷൻ വരും. 500 ആണോ പ്രിൻറ്റ് ചെയ്യേണ്ടത്, 100 ആണോ പ്രിൻറ്റ് ചെയ്യേണ്ടത്? അവിടെയാണ് ഈ നെയിം കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്.
ഒരു പ്രോഗ്രാമിനകത്ത് തന്നെ സെയിം നെയിമുള്ള 2 ഐഡൻറ്റിഫയർ കിടക്കുകയാണ്. ആദ്യം തന്നെ കമ്പൈലർ തന്നെ അതും എറർ കാണിക്കും. പക്ഷേ ഈ നെയിം സ്പേസിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഞാൻ പറയുകയാണ്, ഈ ഔട്ട് ചെയ്യുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കമ്പൈലർ നോക്കുമ്പോൾ VAL ഔട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. VAL എന്ന് പറയുന്ന വേരിയബിളിനകത്ത് കിടക്കുന്ന വാല്യൂ ഔട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് അതാണ് മീൻ ചെയ്യുന്നത്. അപ്പം ഔട്ട് ചെയ്യാൻ മീൻസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അപ്പം VAL എന്ന് പറയുന്നതിനകത്ത് ആദ്യത്തെ കിടക്കുന്നത് 500ഉം രണ്ടാമത് കിടക്കുന്നത് 100ഉമാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പം കമ്പൈലറിന് മനസ്സിലാവത്തില്ല ഏതാണ് നമ്മൾ ഔട്ട് ചെയ്യേണ്ടതെന്ന് കമ്പൈലറിന് മനസ്സിലാവത്തില്ല. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ നെയിം സ്പേസിനെ യൂസ് ചെയ്യുന്നത്. ഇതേ പ്രോഗ്രാം ഞാൻ വേറൊരു രീതിയിൽ എഴുതുകയാണ്. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് സി ഔട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് STD. അത് IO സ്ട്രീമിനകത്ത് കിടക്കുന്ന ഒരു ഗ്രൂപ്പാണ് STD എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഓക്കെ, ഞാൻ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് പോസിബിൾ ടു ക്രിയേറ്റ്, യൂസർ ക്യാൻ ക്രിയേറ്റ് ദെയർ ഓൺ നെയിം സ്പേസ്. അപ്പം ഞാൻ എഴുതാൻ പോവാണ്, യൂസിങ് നെയിം സ്പേസ് ഫസ്റ്റ്. ഞാൻ ചുമ്മാ ഒരു പേര് കൊടുക്കുകയാണ്, ഫസ്റ്റ്. എന്നിട്ട് ഞാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, int VAL ഈസ് ഈക്വൽ ടു 500. നമ്മൾ നെയിം സ്പേസ് എല്ലാം കൊടുക്കേണ്ടത് മെയിൻ ഫംഗ്ഷൻ വെളിയിലാണ്. മെയിൻ ഫംഗ്ഷനകത്ത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഗ്ലോബൽ സ്കോപ്പാണ് നെയിം സ്പേസിനെല്ലാം ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയും. ഗ്ലോബൽ സ്കോപ്പ്, ലോക്കൽ സ്കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇൻഡ് മെയിൻ int VAL is equal to 100. Cout VAL, Cout first VAL, return 0. Return 0, ആ ബ്രേസ് നമ്മൾ ക്ലോസ് ചെയ്യും. റിട്ടേൺ 0. ശ്രദ്ധിച്ചു, ആദ്യം എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്തതുപോലെ നമ്മുടെ ഹെഡർ ഫയൽസിൽ ഇൻക്ലൂഡ് ചെയ്തു. നമ്മൾ ഇവിടെ അഡീഷണൽ ഒരു നെയിം സ്പേസും കൂടെ ആഡ് ചെയ്തു. അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത നെയിം സ്പേസ് ആണ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ക്രിയേറ്റ് യൂസർ ക്യാൻ ദെയർ ഓൺ നെയിം സ്പേസ്. യൂസർ ക്യാൻ ക്രിയേറ്റ് ദെയർ ഓൺ നെയിം സ്പേസ്. എനിക്ക് എൻ്റെതായിട്ടുള്ള നെയിം സ്പേസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പവർ എനിക്കുണ്ട്, ആ യൂസറിനുണ്ട്, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിനുണ്ട്. ഇപ്പം ആദ്യത്തിൽ ഞാൻ കൂടെ ശ്രദ്ധിച്ചു, ആദ്യം ഇൻഡ് വാല്യൂ ഈസ് ഈക്വൽ ടു 500. അത് ഏത് നെയിം സ്പേസിലാണ് കിടക്കുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്ന നെയിം സ്പേസിലാണ് കിടക്കുന്നത്. ഓക്കെ, ഞാൻ ആ പ്രോഗ്രാമിനകത്ത് വന്ന് ഇൻഡ് വാല്യൂ കണ്ടോ, രണ്ടിടത്തും ഒരേ നെയിമിലുള്ള ഐഡൻറ്റിഫയർ കിടക്കുകയാണ്. ഒരു ഐഡൻറ്റിഫയറിൻ്റെ വാല്യൂ 500ഉം ഒരു ഐഡൻറ്റിഫയറിൻ്റെ വാല്യൂ 100ഉം. അതിന് Cout വാല്യൂൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ് അത് ഔട്ട് ചെയ്യാൻ പറയാണ്. അപ്പോൾ നോക്കും, കമ്പൈലർ നോക്കും ഏതാണ് വാൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ കിടക്കുന്നതെന്ന്. രണ്ടിടത്തും കിടപ്പുണ്ട്. പക്ഷേങ്കിൽ ഈ വാല് ഡിനോട്ട് ചെയ്യുന്ന ഈ മെയിനകത്ത് കിടക്കുന്ന ഫംഗ്ഷനാണ്, ഐഡൻറ്റിഫയർ ആണ്. അപ്പോൾ ആദ്യം എന്ത് ഔട്ട് ചെയ്യും? 100 എന്ന് പറയുന്ന വാല്യൂ ഔട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? അടുത്ത Cout ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത നെയിം സ്പേസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലി നെയിം പോലെ തന്നെ ഫസ്റ്റിനകത്ത് കിടക്കുന്ന 2 കോളൻ സിമ്പിൾ ഉണ്ട്, 2 കോളൻ സിമ്പിൾ VAL എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് എന്ത് പ്രിന്റ് ചെയ്യും? 500 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും. ഇവിടെ രണ്ടിടത്തും സെയിം നെയിമാണ്, കണ്ടോ, ഇൻഡ് വാൽ.
പക്ഷെ രണ്ടും കിടക്കുന്നത് രണ്ട് സ്കോപ്പിലാണ്, രണ്ട് സ്പേസിലാണ്, രണ്ട് ഗ്രൂപ്പായിട്ടാണ്. അതുകൊണ്ട് അത് നമുക്കൊരിക്കലും എന്താ പറയുക, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു, നെയിം കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു. നമ്മൾ ഈ നെയിം സ്പേസിൻ്റെ പേര് പറഞ്ഞാണ് ഞാൻ വിളിച്ചേക്കുന്നത്, ഫസ്റ്റ് കോളൻ വാൽ. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രോഗ്രാം ഒറ്റയടിക്ക് എടുക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കാണ് വാൽ എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾ ഉണ്ട്. പക്ഷേ എങ്കിൽ ആ രണ്ട് വാൽ എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾ, ആ രണ്ട് വാൽ എന്ന് പറയുന്ന വേരിയബിൾ രണ്ട് ഗ്രൂപ്പിലായിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവത്തില്ല. മനസ്സിലായല്ലോ? അപ്പം നെയിം സ്പേസ് എന്ന് പറയുന്നത് ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പ് ദാറ്റ് കണ്ടെയ്ൻസ് ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സ് മേ ബി എ വേരിയബിൾ, മേ ബി എ ഫംഗ്ഷൻ, എന്ത് വേണമെങ്കിലും ആവാം, മേ ബി ആൻ ഒബ്ജക്റ്റ് എന്താണെന്ന കോൺസെപ്റ്റ് പിന്നെ നിങ്ങൾ പഠിക്കും. ഇതാണ് നെയിം സ്പേസ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. അടുത്ത പറയുന്നതാണ് മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ ആണ് ഏത് C++ പ്രോഗ്രാം എടുത്താലും ഒരു മെയിൻ ഫംഗ്ഷൻ അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഏത് പ്രോഗ്രാം എടുത്താലും ഒരു മെയിൻ ഫംഗ്ഷൻ അതിനകത്ത് ഉണ്ടായിരിക്കും. മെയിൻ ഫംഗ്ഷൻ ഇല്ലാതെ ഒരു C++ പ്രോഗ്രാമും ഉണ്ടാവില്ല. ഒരു പ്രോഗ്രാമിനകത്ത് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് വരാം. ഇപ്പോൾ മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡീഫോൾട്ടാണ്, ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഫംഗ്ഷൻ, സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വരാം, സബ്ട്രാക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരാം. ഒരു പ്രോഗ്രാമിനകത്ത് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് വരാം. തൽക്കാലം നിങ്ങൾ ആ കോൺസെപ്റ്റിലേക്ക് പോകേണ്ട, തൽക്കാലം നിങ്ങൾ മെയിൻ ഫംഗ്ഷനിൽ നിന്നാൽ മാത്രം മതി. ഒരു മെയിൻ ഫംഗ്ഷൻ എന്തൊക്കെ ഉണ്ടാവാം? മെയിൻ ഫംഗ്ഷനകത്ത് മെയിൻ എന്ന് പറയുന്ന കീവേഡ്, ഇതാണ് മെയിൻ ഫംഗ്ഷൻ്റെ ജനറൽ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് മെയിൻ. പ്രിസീഡഡ് ബൈ എ ഡാറ്റ ടൈപ്പ്, ഇൻഡ് ആവാം, വോയിഡ് ആവാം, ഫ്ലോട്ട് ആവാം, ഡബിൾ ആവാം, ക്യാർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഒരു ഡാറ്റ ടൈപ്പ് സാധാരണ നമ്മൾ പറയുന്നത് ഇൻഡാണ്. മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു ഓപ്പണിംഗ് ബ്രേസസ് ഉണ്ടാകും. ഈ ബ്രേസസിനകത്താണ് ആ മെയിൻ ഫംഗ്ഷനകത്ത് കൊടുക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. റിട്ടേൺ 0 എന്ന് പറഞ്ഞു കൊടുക്കും. കാരണം മെയിൻ ഫംഗ്ഷൻ്റെ ടൈപ്പ് ഇൻറ്റിജർ ആയതുകൊണ്ടാണ്. വോയിഡ് അല്ലാത്ത ഏത് ഡേറ്റ ടൈപ്പ് ആയാലും നമ്മൾ വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കണം. അതിന് യൂസ് ചെയ്യുന്നതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. റിട്ടേൺ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തൽക്കാലം ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. റിട്ടേൺ 0 ക്ലോസിംഗ് ബ്രേസസ്. മോസ്റ്റ് ഓഫ് ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ മെയിൻ ഫംഗ്ഷൻ, മോസ്റ്റ് ഓഫ് എല്ലാം ഞാനല്ല പറഞ്ഞത്, മോസ്റ്റ് ഓഫ് എന്നാണ് പറഞ്ഞേക്കുന്നത്, മിക്കവാറുള്ള മോസ്റ്റ് ഓഫ് ഓൾ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ പ്രോഗ്രാം മസ്റ്റ് ബി ഡീലിമിറ്റഡ് വിത്ത് സെമിക്കോളൻ. മിക്കവാറുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ സെമിക്കോളൻ വെച്ച് ഡീലിമിറ്റ് ചെയ്തിരിക്കും. അപ്പം മെയിൻ ഈസ് ദ നെയിം ഓഫ് ദി മെയിൻ ഫംഗ്ഷൻ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്നാണ് പറയുന്നത്. ഇൻഡ് ഡാറ്റ ടൈപ്പ് ആൻഡ് ഇറ്റ് ഹാസ് എൻ ഓപ്പണിംഗ് ബ്രേസസ്. എവിടെയൊക്കെ നമ്മൾ ബ്രേസസ് ഓപ്പൺ ചെയ്തോ അവിടെയൊക്കെ ക്ലോസ് ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ് അല്ലേ? ബാഗ് തുറന്നാൽ ബാഗ് അടയ്ക്കാതെ ആരും പോകത്തില്ലല്ലോ. അതുപോലെ തന്നെയാണ്, ഒരു ബ്രേസസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസും ചെയ്തിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് ഇറ്റ് ഈസ് എ ഡാറ്റ ടൈപ്പ് മെയിൻ ഫംഗ്ഷൻ അതർ ദാൻ വോയിഡ് ഡാറ്റ ടൈപ്പ് ആണ് റിട്ടേൺ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എറർ ഫയൽസ് ഡിപ്പെൻഡ് ഓൺ ദ കമ്പൈലർ, ചില എറർസ് വരാം, എങ്കിൽ പോലും വലിയ കുഴപ്പമില്ല. വോയിഡ് ആണെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് നിർബന്ധമില്ല. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട. ബാക്കി ഏതാണെങ്കിലും നമുക്ക് ഡാറ്റ ടൈപ്പ് വേറെ ഏതാണ്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വേണം. ആൻഡ് വി ഹാവ് ടു ക്ലോസ് ദാറ്റ് മെയിൻ ഫംഗ്ഷൻ. ബ്ലോക്ക് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. ഇതാണ് മെയിൻ ഫംഗ്ഷൻ. അടുത്ത പറയുന്നത് കമൻസ്.
It describes the program. Comments are lines. Comments are lines that describes additional information. Comments കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ കമന്റ് തന്നെയാണ് ഈ കമന്റ്. Comments are lines that describes non-executable lines ആണ്. Non-executable lines. എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നമുക്ക് ആ പ്രോഗ്രാമിനകത്ത് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം ഒരു ഫീച്ചറാണ് കമൻ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും ആ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻ്റ് അല്ല അത്, എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻ്റ് അല്ല അത്. ആ പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്യണമെന്നെങ്കിൽ നമുക്കവിടെ എഴുതി വെക്കാം. കമൻറ്റ് രണ്ട് രീതിയിലുണ്ട്. സിംഗിൾ ലൈനുണ്ട്, മൾട്ടി ലൈനും ഉണ്ട്. സിംഗിൾ ലൈൻ കമൻറ്റും ഉണ്ട്, മൾട്ടി ലൈൻ കമൻറ്റും ഉണ്ട്. സിംഗിൾ ലൈൻ കമൻ്റ് ആണെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് രണ്ട് ഹാഷ് സിമ്പൽ, രണ്ട് സ്ലാഷ് സിമ്പൽ, ഹാഷ് അല്ല സ്ലാഷ്. മൾട്ടി ലൈൻ ആണെങ്കിൽ സ്ലാഷ് സ്റ്റാർ നമ്മൾ കമൻ്റ് എഴുതണം. മൾട്ടി ലൈൻ ഒന്നിൽ കൂടുതൽ ലൈൻ വരും. ആൻഡ് എൻഡ് വിത്ത് സ്റ്റാർ സ്ലാഷ്. സ്റ്റാർട്ട് വിത്ത് സ്ലാഷ് സ്റ്റാർ ആൻഡ് എൻഡ് വിത്ത് സ്റ്റാർ സ്ലാഷ്. സിംഗിൾ ലൈൻ ആണെങ്കിൽ രണ്ട് സ്ലാഷ്. ക്ലിയർ ആയല്ലോ? കമൻ്റ് ആർ നോൺ എക്സിക്യൂട്ടബിൾ ലൈൻസ് ഇൻ ദ പ്രോഗ്രാം ദാറ്റ് ആർ നോട്ട് that describes the program. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ എനിക്ക് ആ പ്രോഗ്രാമിനകത്ത് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതിന് യൂസ് ചെയ്യുന്ന ലൈൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ കമൻറ്റ്സ് എന്ന് പറയുന്നത്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, സിംഗിൾ ലൈനുണ്ട്, മൾട്ടി ലൈനുണ്ട്. സിംഗിൾ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് സ്ലാഷ് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്താണ് ഒറ്റ ലൈനിൽ നമുക്ക് അവിടെ കമൻറ്റ് എഴുതാം. ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ക്ലിയർ ആവും. അടുത്ത മൾട്ടി ലൈൻ എന്ന് പറയുന്നതുകൊണ്ട് അതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ലാഷ് സ്റ്റാർ, എന്നിട്ട് ലൈൻ ഒന്നിൽ കൂടുതൽ ലൈൻസ് കാണും നമ്മൾ കമൻറ്റ് എഴുതുമ്പോൾ. എന്നിട്ട് അവസാനം സ്റ്റാർ സ്ലാഷ്, ആസ്റ്റിക്, സ്റ്റാർ നമ്മൾ പറയത്തില്ല, ആസ്റ്റിക് സ്ലാഷ്. ഇത്രയാണ് ഈ സെക്ഷൻ എടുക്കാറുള്ളത്. ഇനി രണ്ട് മൂന്ന് പ്രോഗ്രാംസ് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്ക് പ്രോഗ്രാംസ് ചോദിക്കാൻ സാധ്യത കുറവാണ്, എങ്കിലും അത് അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണ്, എന്തൊക്കെയാണ്, ഇങ്ങനെയാണ് എഴുതുന്നതെന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു സെക്ഷനും കൂടെ ഈ ചാപ്റ്ററിന് ബേസ് ചെയ്ത് ഞാൻ എടുക്കും. ഇതുവരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള തിയറി പോർഷൻ ആ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.